ഇപ്പോൾ പരമാണുവായിരിക്കുന്ന അവസ്ഥയിൽ ആത്മാവ്, മനസ്സ്, ശരീരം എന്ന് പറയുന്ന ത്രികണങ്ങളുടെ ഒരുമിച്ചുള്ള സഞ്ചാരമാണ് നമ്മളുടെ ജീവിതം. ആ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വര എന്ന് പറയുന്ന സങ്കല്പം, ആ സങ്കല്പത്തിലാണ് നമ്മളുടെ ജീവിതം. അത് സയൻസാണ്, അത് സങ്കല്പം മാത്രമല്ല. അപ്പോൾ ആ ത്രിഗണങ്ങൾ, ആ ത്രിഗുണങ്ങൾ എപ്പോൾ ത്രിദോഷത്താൽ പിരിയുന്നോ അപ്പോൾ ജീവിതം തീർന്നു. അപ്പോൾ അവരുടെ ഒരുമിച്ചുള്ള സഞ്ചാരത്തിൽ സംഭവിക്കുന്ന അവസ്ഥകളാണ് ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. അപ്പോഴാണ് ഇനി നമ്മളുടെ സബ്ജക്റ്റിലേക്ക് വരുന്നത്. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. അപ്പോൾ ജാഗ്രത് എന്ന് പറയുന്ന അവസ്ഥ എന്തായിരിക്കും അറിയാം? 11ാമത്തെ ഇന്ദ്രിയമായിരിക്കുന്ന ഈ മനസ്സ്. ഇപ്പോൾ ഏതൊക്കെയാണ് ഇന്ദ്രിയങ്ങൾ എന്ന് ഒന്നും കൂടി ഞാൻ പറയുകയാണ്. ത്വക്ക്, നക്ക്, മൂക്ക്, കണ്ണ്, ചെവി എന്ന് പറയുന്ന ഇന്ദ്രിയങ്ങൾ. ജ്ഞാനേന്ദ്രിയം 6ാമത്തെ ഇന്ദ്രിയമാണ്. 6ാമത്തെ ഇന്ദ്രിയം ജ്ഞാനേന്ദ്രിയമാണ്. 7ാമത്തത് നമ്മുടെ ദഹനേന്ദ്രിയമാണ്. 8ാമത്തെ ഇന്ദ്രിയം ജനനേന്ദ്രിയമാണ്. 9ാമത്തെ ഇന്ദ്രിയം നമ്മളുടെ പാണീന്ദ്രിയമാണ്. 10ാമത്തത് ഇതിനെ ചുമന്നുകൊണ്ട് നടക്കുന്ന ശുഭത്വമുള്ള നമ്മളുടെ പാദങ്ങളാണ് 10ാമത്തെ ഇന്ദ്രിയം. 11ാമത്തെ ഇന്ദ്രിയം ഇതിനെയെല്ലാം കൺട്രോൾ ചെയ്യുന്ന, ഇതിനെയെല്ലാം ഹരിച്ച് നമ്മളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന, അമിതമായിട്ടുള്ള ദുഃഖം വന്നാലും അമിതമായിട്ടുള്ള സന്തോഷം വന്നാലും ഇതിനെയെല്ലാം ഹരിച്ച് ഗുണിച്ച് ഗുണത്തെ നൽകി മുന്നോട്ട് കൊണ്ടുപോകുന്ന മനസ്സ് എന്ന് പറയുന്നത് 11ാമത്തെ ഇന്ദ്രിയമാണ്. ആ 11ാമത്തെ ഇന്ദ്രിയമായിരിക്കുന്ന മനസ്സ് നമ്മളുടെ മധ്യസ്ഥനായിട്ട് നിൽക്കുകയാണ്. നമ്മളുടെ ജീവിതത്തിൽ ലക്ഷ്യം കാണണമോ, നമ്മളുടെ ക്രിയകൾക്ക് റിസൾട്ട് ഉണ്ടാകണമെന്ന് വിചാരിക്കുന്നത് ആരാണ്? നമ്മളുടെ മനസ്സാണ്. അപ്പോൾ ആ മനസ്സ് എന്താ ചെയ്യുന്നതെന്നറിയോ? മടിയനായിട്ടുള്ള ആ മനസ്സ് ചെയ്യുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ മനസ്സ് സൃഷ്ടിക്കുന്ന 3 അവസ്ഥകളാണ് ശരിക്കും പറഞ്ഞാൽ ഈ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. മനസ്സ് ആത്മാവും മനസ്സും ശരീരവും ചേർത്ത് വയ്ക്കുന്ന സമയമുണ്ട്. ആത്മാവും മനസ്സും ശരീരവും ചേർന്നിരിക്കുന്ന സമയമുണ്ട്. ആരാണ് ചേർത്ത് വെച്ചിരിക്കുന്നത്? മനസ്സാണ് ചേർത്ത് വെച്ചിരിക്കുന്നത്. മനസ്സ്, ഇച്ഛാശക്തിയായിരിക്കുന്ന മനസ്സ് ജ്ഞാനശക്തിയായിരിക്കുന്ന ആത്മാവിനെയും ക്രിയാശക്തിയായിരിക്കുന്ന ശൈവശക്തിയായിരിക്കുന്ന ശരീരത്തെയും ചേർത്ത് വെച്ചിരിക്കുന്ന 3ഉം ഒരേപോലെ ജാഗ്രതയോട് കൂടിയിട്ടിരിക്കുന്ന സമയമാണ്. മനസ്സ് ജാഗ്രതയോട് കൂടിയിട്ടിരിക്കുന്ന സമയമാണ് ജാഗ്രത. നമ്മൾ പ്രവർത്തിക്കുന്ന, നമ്മൾ ഉണർന്നിരിക്കുന്ന സമയം ജാഗ്രത എന്ന് പറയും. നമ്മൾ പ്രവൃത്തിയെ ചെയ്യുന്ന സമയം അതാണ് ജാഗ്രത. അത് മനസ്സാണ് ഇതിൻ്റെ മീഡിയേറ്റർ. അപ്പം മനസ്സ് വിചാരിച്ചാലാണ് നമ്മൾ ജാഗ്രതയോടുകൂടി ഇരിക്കാൻ പറ്റുള്ളൂ. ആരുടെ അണ്ടറിലാണ് മനസ്സ് ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ടത്? ഇച്ഛാശക്തിയായിരിക്കുന്ന മനസ്സ് ജ്ഞാനശക്തിയുടെ അണ്ടറിൽ വരുമ്പോഴാണ് ക്രിയാശക്തി റിസൾട്ട് ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ക്രിയ ചെയ്യുമ്പോൾ ജാഗ്രത എന്ന് പറയുന്ന അവസ്ഥയിലായിരിക്കും. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴും, നമ്മൾ പഠിക്കുമ്പോഴും, നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും, ഏത് ജോലി ചെയ്യുമ്പോഴും, സഞ്ചരിക്കുമ്പോഴും എല്ലാം ജാഗ്രത എന്ന് പറയുന്ന അവസ്ഥയിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ നമ്മൾ ജാഗ്രത് എന്ന് പറയുന്ന അവസ്ഥയിലായിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പോൾ നമ്മളുടെ ആത്മാവ്, മനസ്സ്, ശരീരം എന്ന് പറയുന്നവരുടെ ഒരുമിച്ചുള്ള സഞ്ചാരം അന്ധനും ബധിരനും മൂകനും ചേർന്നിട്ടുള്ള സഞ്ചാരം പോലെയാണ്. ആരായിരിക്കണം മുന്നേ നടക്കേണ്ടത്? ജ്ഞാനശക്തിയായിരിക്കണം മുന്നേ നടക്കേണ്ടത്. അല്ലെങ്കിൽ എന്ത് പറ്റും? ഒരു വണ്ടി വന്ന് ഇടിച്ചാൽ നമ്മൾ അറിയില്ല, അല്ലേ? ആരെങ്കിലും വിളിച്ചാൽ നമ്മൾ കേൾക്കുമോ? ഇല്ല. അപ്പോൾ ജ്ഞാനശക്തി ആയിരിക്കണം നമ്മളെ മുന്നേ നയിക്കേണ്ടത്. ആരായിരിക്കണം സാരഥി? മനസ്സായിരിക്കണം സാരഥി. ക്രിയാശക്തിയാണ് നമ്മളെ സഞ്ചരിപ്പിക്കുന്നത്. നമ്മളുടെ ഇഷ്ടങ്ങൾക്ക് സ്ഥാനമുള്ള ഇച്ഛാശക്തിയായിരിക്കുന്ന മനസ്സ് ജ്ഞാനശക്തിയുമായിട്ടും ക്രിയാശക്തിയുമായിട്ടും ചേർന്നിരിക്കുന്ന സമയത്താണ് ജാഗ്രത്. 3 പേരും ജാഗ്രതയോടുകൂടി ഇരിക്കുന്ന, സഞ്ചരിക്കുന്ന സമയമാണ് ജാഗ്രത്. ഇനി സ്വപ്നം എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. എന്താ സംഭവം എന്നറിയോ? സ്വപ്നം കാണുമ്പോൾ നമ്മളുടെ ക്രിയാശക്തി നിർവീര്യമാകും. ക്രിയാശക്തിക്ക് ഒരു പ്രാധാന്യവുമില്ലാതെ വരും. മനസ്സും ബ്രെയിനും മാത്രം കോണ്ടാക്ട് ചെയ്യുന്ന സമയം, ബ്രെയിനും മനസ്സും മാത്രം ചേർന്നിരിക്കുന്ന സമയം, അതാണ് സ്വപ്നം. നമ്മളുടെ ചിന്തകൾ പകലാണെങ്കിലും പകൽക്കിനാവ് കാണില്ലേ നമ്മൾ, അത് സ്വപ്നാവസ്ഥയാണ്. ഉറങ്ങുമ്പോഴും എന്ത് കാണും? ക്രിയാശക്തി ഡൗൺ ആണ്, പക്ഷേ ജ്ഞാനശക്തിയും ഇച്ഛാശക്തിയും ചേർന്ന് നമ്മൾ സ്വപ്നങ്ങൾ നെയ്യും, അല്ലേ? അപ്പം നമ്മൾ ക്രിയാശക്തി ഓഫാക്കി വെച്ചിട്ട് ജ്ഞാനശക്തിയും ഇച്ഛാശക്തിയുടെ ഇച്ഛയ്ക്കാണ് ഈ ബ്രെയിൻ ഓരോ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്. പകൽ കിനാവുകളാണെങ്കിലും രാവിലെ കാണുന്ന, ഉറക്കത്തിൽ കാണുന്ന കിനാവുകളാണെങ്കിലും എന്താണ്? ആരുടെ ഇച്ഛയ്ക്കാണ് ഇതെല്ലാം കാണുന്നത്? മനസ്സിൻ്റെ ഇച്ഛയ്ക്കാണ് കാണുന്നത്. നിങ്ങളുടെ സ്വഭാവം എന്താണോ അതിനനുസരിച്ചുള്ള പിക്ചറായിരിക്കും സ്വപ്നത്തിൽ നമ്മൾ കാണുന്നത്. അപ്പം നമ്മളുടെ ഇച്ഛയ്ക്കനുസരിച്ചിട്ടാണ് നമ്മളുടെ ബ്രെയിൻ ആ സ്വപ്നങ്ങളെ കാണിക്കുന്നത്. ജ്ഞാനതലം ഉയർന്നവരാണെങ്കിലോ സ്വപ്നങ്ങൾ പോലും യാഥാർത്ഥ്യമാവും, യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമുള്ളതാവും. കാരണം എന്താണ്? ഈ ജ്ഞാനത്തിൻ്റെ അണ്ടറിലാണ്, ഈ ക്രിയേറ്റീവ് ഹെഡായിരിക്കുന്ന ബ്രെയിനിൻ്റെ അണ്ടറിലാണ് നമ്മളുടെ മനസ്സ്
നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾക്കും വർണ്ണങ്ങളുണ്ടാകും, അല്ലേ, അർത്ഥങ്ങളുണ്ടാകും. ഇനി ഇതാണ് സ്വപ്നമെന്ന് പറയുന്ന അവസ്ഥ. അപ്പോൾ ക്രിയാശക്തി അവിടെ പ്രാധാന്യമില്ല, മനസ്സും ആത്മശക്തിയായിരിക്കുന്ന ബ്രെയിനും മാത്രം ചേർന്നിരിക്കുന്ന വൈഭവം, ജ്ഞാനശക്തിയും ഇച്ഛാശക്തിയും മാത്രമുള്ള ആ സമയമാണ് സ്വപ്നമെന്ന് പറയുന്നത്. ഇനി സുഷുപ്തി എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. എന്താണെന്നറിയോ? ഈ മനസ്സ് മടിയനാണ്. 8 മണിക്കൂർ ജ്ഞാനശക്തിക്ക്, 8 മണിക്കൂർ ഇച്ഛാശക്തിക്ക്, 8 മണിക്കൂർ ക്രിയാശക്തിക്ക് 24 മണിക്കൂർ ദിവസത്തിൽ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പ്രപഞ്ചം. അപ്പോൾ 8 മണിക്കൂർ നമ്മൾ ഉറങ്ങണം, 8 മണിക്കൂർ നമ്മൾ അറിവിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കണം, 8 മണിക്കൂർ ശരീരശക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്രിയകളെ ചെയ്യണം. അപ്പോൾ ജ്ഞാനശക്തിക്ക്, ഇച്ഛാശക്തിക്ക്, ക്രിയാശക്തിക്ക് വേണ്ടിയിട്ട് 24 മണിക്കൂർ നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇച്ഛാശക്തിയുടെ ആ സമയത്ത് ഇച്ഛാശക്തി എന്താ ചെയ്യണമെന്നറിയോ? ഈ സ്വാർത്ഥനായിട്ടുള്ള മടിയനായിട്ടുള്ള ഇച്ഛാശക്തി ചെയ്യുന്ന പണി എന്താണെന്നറിയോ? മനസ്സ് ചെയ്യുന്ന പണി എന്താണെന്നറിയോ? അപ്പോൾ ജാഗ്രത എന്ന് പറയുന്ന അവസ്ഥയിൽ നമ്മൾ പറഞ്ഞു 3 പേരും ഒരുമിച്ചിരിക്കുകയാണ്. സ്വപ്നം എന്ന് പറയുന്ന അവസ്ഥയിൽ ശരീരത്തെ വിട്ടിട്ട് മനസ്സ് എന്താ ചെയ്യുന്നത്? ജ്ഞാനശക്തിയായിട്ടുള്ള ആത്മാവുമായിട്ട് മാത്രം കണക്ട് ചെയ്തിരിക്കുകയാണ്. അതാണ് സ്വപ്നം എന്ന് പറയുന്ന അവസ്ഥ. അവിടെ ക്രിയാശക്തി ഡൗൺ ആണ്, നിർജീവമാണ്. ഇനി മനസ്സിൻ്റെതായിട്ടുള്ള ഇച്ഛാശക്തിയുടേതായിട്ടുള്ള സമയം പറഞ്ഞ 3ാമത്തെ അവസ്ഥ സുഷുപ്തി. ജാഗ്രത് സ്വപ്നം കഴിഞ്ഞിട്ടുള്ള സുഷുപ്തി എന്ന് പറയുന്ന 3ാമത്തെ അവസ്ഥ ഈ ഇച്ഛാശക്തി ആയിരിക്കുന്ന മനസ്സിൻ്റെയാണ്. എന്താ ചെയ്യുന്ന പണിയെന്നറിയാം? 2 പേരുമായിട്ടുള്ള, ആത്മാവുമായിട്ടുള്ളതും ശരീരവുമായിട്ടുള്ള ആ ബന്ധത്തെ ഡിസ്കണക്ട് ചെയ്ത് തരും. ആത്മാവിനെയും ശരീരത്തെയും ചേർത്ത് വയ്ക്കുന്നത് ആരാണ്? മനസ്സാണ്. ഇതിൻ്റെ മീഡിയേറ്ററാണ് മനസ്സ്. പുള്ളി ചെയ്യുന്ന പണി, അദ്ദേഹത്തിൻ്റെ ആ 8 മണിക്കൂർ കിട്ടുമ്പോൾ എന്താ ചെയ്യുന്നതെന്നറിയോ? 2 പേരെയും തമ്മിൽ ഡിസ്കണക്ട് ചെയ്ത് കളയും. ജ്ഞാനശക്തിയെയും ഉപേക്ഷിക്കും, പിന്നെ എന്തിനുപേക്ഷിക്കും? ക്രിയാശക്തിയെയും ഉപേക്ഷിക്കും. എന്നിട്ട് 2 പേരുമായിട്ടുള്ള ബന്ധം ഡിസ്കണക്ട് ചെയ്ത് കളയും. എന്നിട്ട് എന്ത് ചെയ്യും? ബ്രെയിനെ ഷട്ട് ഡൗൺ ചെയ്യും. ഈ 16 മണിക്കൂർ കണ്ട ഓഡിയോയും വീഡിയോയും, ഒരു ദിവസത്തിലെ ജ്ഞാനശക്തിയുടെയും ക്രിയാശക്തിയുടേതുമായിട്ടുള്ള ഓഡിയോയും വീഡിയോ ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് ഡിലീറ്റ് ചെയ്ത് മെമ്മറിയിൽ സൂക്ഷിച്ച് വയ്ക്കുവാനായിട്ട് എന്താ ചെയ്യുകയെന്നറിയോ? മനസ്സിൻ്റെ പണിയാണ് ഇതിനെല്ലാം ഓർഡറിൽ സിസ്റ്റത്തിലെടുത്ത് ബ്രെയിനിൽ സൂക്ഷിച്ച് വയ്ക്കുക എന്നുള്ളത്. ഈ 24 മണിക്കൂർ നമ്മൾ കണ്ട കാഴ്ചകളും കേട്ട ഓഡിയോയും മുഴുവൻ സിസ്റ്റത്തിൽ അടുക്കി വയ്ക്കുന്ന പണി ആരുടേതാണ്? മനസ്സിൻ്റേതാണ്. മനസ്സ് ചെയ്യുന്ന പണി എന്താണെന്നറിയോ? 2 പേരുമായിട്ടുള്ള ബന്ധം ഡിസ്കണക്ട് ചെയ്തിട്ട് ഷട്ട് ഡൗൺ ചെയ്ത് വയ്ക്കും, ബ്രെയിൻ ഓഫാക്കും. ക്രിയാശക്തിയെ കഴിയുന്നിടത്തോളം നിർജീവമാക്കും. എന്നിട്ട് കിടന്നും ഉറങ്ങും മനസ്സ്, അല്ലേ? നമ്മൾ ഉറങ്ങി ഉണർന്നു കഴിയുമ്പോഴോ നമുക്ക് പുതിയ ഉണർവോട് കൂടിയിട്ട് നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് വീണ്ടും ക്രിയാശക്തിയും ജ്ഞാനശക്തിയും ഇച്ഛാശക്തിയുടെ വൈഭവത്താൽ വീണ്ടും നമ്മൾ ഇറങ്ങി പുറപ്പെടും. അപ്പം മനസ്സാണ് നമ്മളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത്. ഈ മനസ്സ് എന്ന് പറയുന്ന ഇച്ഛാശക്തി ജ്ഞാനശക്തിയുമായും ക്രിയാശക്തിയുമായും ചേർത്ത് വെച്ച് മനസ്സിൻ്റെ ഇച്ഛകളെല്ലാം ജ്ഞാനശക്തിയുടെ അണ്ടറിലാണെങ്കിൽ ക്രിയാശക്തിക്ക് റിസൾട്ട് ഉണ്ടാവും. ക്രിയാശക്തിക്ക് നമ്മളുടെ പ്രവൃത്തികൾക്കെല്ലാം നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ഈ ആത്മാവും മനസ്സ് ശരീരം എന്ന് പറയുന്ന ത്രികണ വൈഭവത്താൽ സ്വപ്നം, ജാഗ്രത്, സുഷുപ്തി എന്ന് പറയുന്ന 3 അവസ്ഥകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ജ്ഞാനജീവിതം എന്ന് പറയുന്ന തുര്യം എന്ന് പറയുന്ന 4ാമത്തെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. അപ്പോൾ തുര്യത്തെക്കുറിച്ച് കുറേയും കൂടി നമുക്ക് പറയാം. എല്ലാവർക്കും നമസ്തേ.